ഹലോ ഗായ്സ്, യാത്ര എങ്ങോട്ടെന്നായിരിക്കും എല്ലാവരും ഇപ്പോൾ ആലോചിക്കുന്നതല്ലേ. നമ്മളിന്ന് ശബരിമലയിലേക്കുള്ള യാത്രയുടെ തയ്യാറെടുപ്പുകളെ പറ്റി കാണിക്കുകയാണ് ഈ വീഡിയോയിൽ ഇന്ന് കേട്ടോ ഗായ്സ്. എൻ്റെ ഫാമിലി, അതായത് എൻ്റെ ഭർത്താവും മക്കളും എൻ്റെ ഭർത്താവിൻ്റെ അമ്മയും അനിയനും എല്ലാവരും കൂടി ചേർന്ന് ശബരിമലയിലേക്ക് യാത്ര പോവുകയാണ്. ഈ നാളികേരമൊക്കെ അയ്യപ്പന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. നമ്മുടെ ശനിദോഷങ്ങളും അതുപോലെ തന്നെ നമ്മുടെ പാവങ്ങളും എല്ലാം ഈ നാളികേരത്തിൽ നെയ്യായി നമ്മൾ ഒഴിച്ച് അയ്യപ്പനെ സമർപ്പിക്കുകയാണ് ചെയ്യാറ്. ഇതാണ് പൊന്നയ്യപ്പൻ്റെ നമ്മുടെ പവിത്രമായ മാല. ഈ മാല ധരിച്ച് 41 ദിവസം വ്രതം എടുക്കണം. ഇത് കണ്ടില്ലേ ഗായ്സ്, ഒരമ്മ എന്ന രീതിയിൽ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ ഇത്. കാരണം എൻ്റെ 2 മക്കളും കന്നിമലയാണ്, മാളികപ്പുറവും മണികണ്ഠനുമാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം തോന്നി. അവർക്ക് വേണ്ടിയിട്ട് കന്നിമല ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് അയ്യപ്പൻ കഞ്ഞി വീത്തിയതിന് ശേഷമാണ് ഞങ്ങൾ പോകുന്നത്. ഇതിന് തയ്യാറെടുക്കുമായിട്ട് മണിക്കുട്ടമ്മാമനും അമ്മയും ചേട്ടനും അച്ചുവും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ കഞ്ഞി എല്ലാം തയ്യാറായി. ഒരു രാത്രിയുടെ കഷ്ടപ്പാടാണ് കേട്ടോ ഇത്രയും പേർക്കുള്ള കഞ്ഞി. പവിക്കുട്ടൻ നല്ല കാര്യമായിട്ട് തൊഴുതു പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ മണിക്കുട്ടമ്മാമൻ വന്ന്, അതായത് ഇവിടുത്തെ പോറ്റിയാണ് കേട്ടോ നാഗരനടയിൽ, കഞ്ഞി നേദിക്കുകയാണ്. അയ്യപ്പൻ കഞ്ഞി നേദിച്ച ശേഷം എല്ലാ ഭക്തജനങ്ങൾക്കും അയ്യപ്പന്മാരായ, അതായത് കഞ്ഞി അയ്യപ്പന്മാരായ എൻ്റെ പവിക്കുട്ടനും മാളികപ്പുറമായ എൻ്റെ ലിച്ചുകുട്ടിയും കൂടെ ചേർന്ന് കഞ്ഞി വീത്തുന്നു. വീത്തിയതിനു ശേഷം എല്ലാ ഭക്തജനങ്ങൾക്കും അവരവർ കൊണ്ടുവന്ന പാത്രങ്ങളിൽ അയ്യപ്പ ഭക്തന്മാർക്ക് ആവശ്യാനുസരണമുള്ള കഞ്ഞിയും നമ്മൾ വീത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അപ്പൊ ഇനി അതിന്റെ തിരക്കുകളെല്ലാം ഒന്ന് കണ്ടിട്ട് വരണേ. നമ്മുടെ പോറ്റി പറഞ്ഞത് പ്രകാരം മലയ്ക്ക് പോകുന്ന അയ്യപ്പ ഭക്തന്മാർ തന്നെ കഞ്ഞി വീത്തണമെന്നാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അമ്മയും പോകുന്നുണ്ട്, എന്നാലും അമ്മയടുത്തൊന്ന് മാറി നിൽക്കാൻ പറഞ്ഞു. ബാക്കി 2 പേരും കഞ്ഞി വീത്താനായിട്ട് തുടങ്ങി. മിന്നൽ വേഗത്തിലാണ് ഗൈസ് കഞ്ഞി തീർന്നത് അറിഞ്ഞതേ ഇല്ല. കാരണം ഒരു അരമണിക്കൂറേ എടുത്തിട്ടുള്ളൂ ഈ കഞ്ഞി അവർ വീത്തി എല്ലാം തീർക്കാൻ. ഇത് കഞ്ഞി വീത്തി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അയ്യപ്പക്കെട്ട് ആരംഭിക്കാൻ പറ്റുള്ളൂ. അയ്യപ്പൻകെട്ട് ഒരു വലിയൊരു ചടങ്ങാണ്. അത് നമുക്കൊരു 1 മണിക്കൂറോളം നീണ്ടു നിൽക്കും. കാരണം കഞ്ഞിയയ്യപ്പന്മാരുള്ളത് കൊണ്ട് തന്നെ അത് കുറച്ച് നീണ്ടു നിൽക്കുന്നതാണ്. അപ്പം നമുക്ക് അതിൻ്റെ വിശേഷങ്ങൾ ഇനി കാണാം. ഇനി അയ്യപ്പൻ കഞ്ഞിയെ പറ്റി ഒന്ന് പറഞ്ഞാലോ. അതായത് എല്ലാ ഔഷധ ഗുണങ്ങൾ ചേർന്ന ഒരു കഞ്ഞിയാണത്. അതായത് നാട്ടിലെ കിഴങ്ങ് വർഗ്ഗങ്ങളും അരിയും കടലയും പെരുമ്പയറും അങ്ങനെ എല്ലാ സർവത്ര വിഭവങ്ങളും ചേർന്ന ഒരു കഞ്ഞിയാണ്. ഇത് കഴിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഏകദേശം അസുഖങ്ങളൊക്കെ മാറുവാനും നമ്മളെ സഹായിക്കുന്നു എന്നാണ് പറയാറ്. അതുകൊണ്ട് തന്നെ അത്ര ആരോഗ്യകരമായ ഒരു ഭക്ഷണമാണ് കേട്ടോ ഈ അയ്യപ്പൻ കഞ്ഞി. ചെറു ചൂടോടെ കഴിക്കുമ്പോൾ അതിൻ്റെ സ്വാദൊന്ന് വേറെ തന്നെയാണ് കേട്ടോ ഗൈസ്. കഞ്ഞി വീത്തലിന് ശേഷം അങ്ങനെ കെട്ട് ആരംഭിക്കാറായി. കഞ്ഞി അയ്യപ്പന്മാരായ മണികണ്ഠനെയും മാളികപ്പുറത്തിനെയും എനിക്ക് നെയ്തേങ്ങയിൽ നെയ്യ് വീത്താനായിട്ടുള്ള ഭാഗ്യം എനിക്ക് കിട്ടി കേട്ടോ. ശരണയ്യപ്പ 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 ഭഗവാനേ ഒരമ്മ എന്ന രീതിയിൽ എനിക്ക് ഭയങ്കര അഭിമാനം തോന്നിയൊരു നിമിഷമായിരുന്നു കേട്ടോ ഇത്. അതായത് 2 മക്കളുടെയും ഒരുമിച്ചുള്ള കന്നി മലയിലെ കെട്ട് കാണാനും അത് അനുഭവിക്കാനും കഴിഞ്ഞതിൽ ഞാൻ സന്തോഷിക്കുന്നു. കുഞ്ഞിലേന്ന് ഞാനും എൻ്റെ ഈ അനിയനുമായിട്ടാണ് ഒരുമിച്ച് മലയ്ക്ക് പോയതാണ് എനിക്ക് ഓർമ്മയുള്ള ഒരേ ഒരു കാഴ്ച കേട്ടോ. ഇന്നതാ അവൻ വളർന്ന് വലിയ ആളായിരിക്കുന്നു.
അപ്പോൾ അവനും മലയ്ക്ക് പോകാനായിട്ട് ഒരുങ്ങുകയാണ്. അതും എൻ്റെ മക്കളോടെ ആയപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് തോന്നിയത്. സ്വാമിയേ ശരണമയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ. മറ്റൊരു കാര്യം, പ്രകൃതി പോലും നമുക്ക് അനുകൂലമായി നിന്നു എന്നുള്ളതാണ്. ഞങ്ങൾ ഇവിടുന്ന് വീട്ടിലോട്ട് പോകുമ്പോൾ വഴി ഭയങ്കര മഴയായിരുന്നു കേട്ടോ ഗൈസ്. പക്ഷേ അവിടെ എത്തിയതിന് ശേഷം ഞങ്ങൾ തിരിച്ചെത്തുന്നത് വരെ ഒരു മഴയും പെയ്തില്ല എന്നതാണ് വളരെ വലിയൊരു കാര്യമായിരുന്നു. അവരുടെ യാത്ര അത്രയും മനോഹരമാക്കി പൊന്നയ്യപ്പൻ. ഒരുപക്ഷെ ഇത് കാണുന്നതിൽ ഈ തേങ്ങ എന്തുകൊണ്ടായിരിക്കും ഈ ഭസ്മം കൊണ്ടിങ്ങനെ മൂടുന്നതെന്ന് അറിയാത്തവരുണ്ടാവുകയെ പറഞ്ഞു തരാം. അതായത് മാമൻ്റെ കയ്യിലിരിക്കുന്ന ഈ സാധനത്തിൻ്റെ പേരാണ് കോലരിക്ക് എന്ന് പറയുന്നത്. ഈ കോലരിക്ക് തീയിലോട്ട് ഉരുക്കി ആ നെയ്യിൻ്റെ അടപ്പിലേക്ക് ഇങ്ങനെ ഉരുക്കി ഒഴിക്കും. എന്നിട്ട് ഭസ്മം കൊണ്ട് മൂടും. അതായത് സുരക്ഷിതമായ അയ്യപ്പൻ്റെ തിരുസന്നിധിയിൽ എത്തുന്നത് വരെ ഇത് സുരക്ഷിതമായി നെയ്യൊന്നും കളയാതെ എത്തിക്കാനാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. സ്വാമിയേ ചേട്ടൻ 24ാമത്തെ മലയാണ് കേട്ടോ ഈ കയറുന്നത്. അതായത് ഗുരുസ്വാമി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. 18 മലയും ചവിട്ടി കഴിഞ്ഞാൽ ഗുരുസ്വാമി എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. അങ്ങനെ 5 നെയ്ത്തേങ്ങ 5 സ്വാമിമാരുടെയും ബാക്കി 2 തേങ്ങ ഒന്ന് എൻ്റെ അമ്മമ്മയുടെയും അതുപോലെ തന്നെ എൻ്റെയാണ് കേട്ടോ. ഞങ്ങൾ രണ്ടുപേരുമാണ് അതിൽ നെയ്യ് നിറച്ചത്. ഇനി എന്താണ് ഈ പാൽപ്പായസം എന്നല്ലേ എല്ലാവരും ചിന്തിക്കുന്നത്. അതായത് കഞ്ഞി അയ്യപ്പന്മാരുള്ളതുകൊണ്ട് ദൈവത്തിനെ നേദിക്കാൻ വേണ്ടിയിട്ട് പാലും പഴവും പഞ്ചസാരയും ചേർന്ന ഒരു പഞ്ചാമൃതം പോലത്തെ ഒരു കൂട്ടാണ് കേട്ടോ അത്. സ്വാമിയേ സ്വാമിയേ ശരണമയ്യപ്പ സ്വാമിയേ പൈസ അരി 3 പ്രാവശ്യം മാറിയിരുന്നേ. ആ പൈസയും അരിയും കൂടെ വരി. രണ്ട് കൈയുണ്ട്. രണ്ട് കൈയുണ്ട്. ആ പൈസ വെച്ചിട്ട് വാരി വെക്കണം. വാരി വാരി അരി വാരി അരി വാരി. ആ പൈസ വെച്ചോണ്ട് വാരി. രണ്ട് കൈയുണ്ട് മക്കൾ വാരി. അങ്ങനെ തന്നെ ആ പൈസയും കൂടെ അങ്ങ് എടുക്കും. സ്വാമിയേ സ്വാമിയേ ശരണമയ്യപ്പ സ്വാമിയേ. ശരണമയ്യപ്പ. എന്തായിരിക്കും അല്ലേ ഈ ലിച്ചുകുട്ടി നാളികേരം ഇട്ടതിന് ശേഷം ഈ കവറിലെ പൊരിയും വളയും ബാക്കിയുള്ള തിരിയും അരിയും ഒക്കെ ആയിട്ട് ചെയ്യുന്നത്? അതിനെപ്പറ്റി വിശദമായിട്ടൊന്ന് നോക്കിയാലോ. ഇപ്പോഴും പണ്ടും ഈ പൊരിയും ഇതൊക്കെ ഇടാനായിട്ട് കാണിക്ക വഞ്ചി അവിടെ ഉണ്ട്. പിന്നെ പണ്ടാണെങ്കിൽ ഇരുമുടിക്കെട്ടില് പച്ചരിയും ചാക്കരിയും കൊണ്ടുപോകുന്നാണ് പറയാറ്. പച്ചരി കൊടുത്ത് അവർ പ്രസാദം വാങ്ങിക്കുകയും അല്ലെങ്കിൽ പായസം വാങ്ങിക്കുകയും ഈ ചാക്കരി കൊണ്ടുപോയി അവർ കഞ്ഞി വെച്ച് കുടിക്കുകയാണ് പതിവെന്നാണ് അറിയപ്പെടാറ്. അതായത് ഇത്രയും നാൾ കാൽനട യാത്ര ചെയ്ത് കാട്ടിലൂടെ അലഞ്ഞു തിരിഞ്ഞ് അയ്യന്റെ സന്നിധിയിൽ എത്തുമ്പോഴത്തേക്കും അവർക്കും വിശപ്പുണ്ടാവില്ലേ, അപ്പൊ അവിടെ പോയി കഞ്ഞി വെച്ച് കുടിക്കുമെന്നാണ് പറയാറ്. ഇന്ന് ആ പച്ചരി മാത്രമാണ് ഈ ഇരുമുടിക്കെട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. അത് അരവണയ്ക്ക് അവർ ഉപയോഗിക്കുമെന്നാണ് അറിയപ്പെടുന്നത്. ഇരുമുടിക്കെട്ടിന്റെ 2 സഞ്ചി ഉണ്ടായിരിക്കും. അതിൽ ഒരു സഞ്ചിയിൽ നെയ്ത്തേങ്ങയായിരിക്കും, മറ്റേ സഞ്ചിയിൽ മാളികപ്പുറത്തിന് ഉടയ്ക്കാനുള്ള തേങ്ങയും ബാക്കി സാധനങ്ങളുമായിരിക്കും കേട്ടോ.
ശരണമയ്യപ്പ. അടുത്തതായി നമ്മുടെ മണികണ്ഠ സ്വാമിയായ നമ്മുടെ സ്വന്തം പവിക്കുട്ടന്റെ കെട്ടാണ് കേട്ടോ. അവൻ നല്ല സന്തോഷത്തിലും ഐശ്വര്യത്തോടെയാണ് അവിടെ ഇരുന്നത്. അവന്റെ കഞ്ഞിമല ഈ പ്രായത്തില്, അതായത് 1 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ, അപ്പോ തന്നെ നടന്നെന്ന് വെച്ചാൽ അവന്റെ ഒരു ഭാഗ്യം തന്നെയാണ് കേട്ടോ. എന്തായാലും അവൻ എല്ലാത്തിനും എല്ലാവരുടെ കൂടെ സഹകരിച്ച് നല്ല സന്തോഷത്തോടെ പോയിട്ട് വരും എന്ന് ഞാനും കരുതി. അച്ഛന്റെ മടിയിൽ നല്ല മിടുക്കനായി അനുസരണയുള്ള കുട്ടിയായി പറഞ്ഞാൽ കേട്ട് അവൻ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. പ്രധാനപ്പെട്ട ഒരാളെ പരിചയപ്പെടുത്താൻ മറന്നു കേട്ടോ. നമ്മുടെ ഈ കെട്ട് കെട്ടുന്ന ഗുരുസ്വാമി വേറെ ആരും അല്ല കേട്ടോ, എൻ്റെ ചേട്ടൻ്റെ കൊച്ചിച്ചൻ തന്നെയാണ് കേട്ടോ. അദ്ദേഹം ഒരുപാട് മല കയറിയിട്ടുണ്ട്. അത് മാത്രമല്ല കുഞ്ഞിലേനെ അദ്ദേഹം ഗുരുസ്വാമിയായിട്ട് ഈ കെട്ട് കെട്ടാനുള്ള എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ അറിയാവുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ തന്നെ ഞങ്ങൾ ഇതിനായിട്ട് തിരഞ്ഞെടുത്തത്. ശബരിമലയെ പറ്റി പറയുകയാണെങ്കിൽ 18 മലയുടെ നടുക്കാണ് നമ്മുടെ ശബരിമല. അത് മാത്രമല്ല 4 മല താണ്ടിയാണ് അയ്യപ്പൻ്റെ അടുത്ത് എത്തുന്നത്. അതായത് നീലിമല, കരിമല, ശബരിമല. ഇതിൻ്റെ ഇടയിൽ ഒരു മലയും കൂടെ ഉണ്ട്. അറിയാമെന്നുള്ളവർ എന്തായാലും കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. സ്വാമിയേ എനിക്കും അമ്മമ്മയ്ക്ക് നെയ്ത്തേങ്ങ കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് പാവം എൻ്റെ ചേട്ടൻ തന്നെയാണ് ഇരുമുടിക്കെട്ടിലേക്ക് നെയ്ത്തേങ്ങകൾ വെച്ച് കൊണ്ടുപോയത് കേട്ടോ. അദ്ദേഹത്തിന് 3 നെയ്ത്തേങ്ങ ഇപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ കെട്ടിലുണ്ടായി. ശരണമയ്യപ്പ, ശരണമയ്യപ്പ, ശരണമയ്യപ്പ. സന്തുസ്വാമി ശരണം വിളി. ശരണമയ്യപ്പ, 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 ശരണമയ്യപ്പ. ഈ കാലി വേണം എല്ലാവരും. ശരണമയ്യപ്പ, 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 ശരണമയ്യപ്പ. ശരണമയ്യപ്പ, 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 ശരണമയ്യപ്പ. മാളിയപ്പുറത്തമ്മയ്ക്കാണ് നെയ്ത്തേങ്ങ അയ്യപ്പൻ. അവിടെ ആഴിയിലല്ല, അയ്യപ്പനെ അഭിഷേകം ചെയ്യും. നമ്മൾ ഉടക്കി ഒരു പാത്രം മേടിച്ചാ, ഒരു പാത്രം മേടിച്ചാ, അതില് ഈ നെയ്യ് ഉടച്ച് ഒഴിച്ചിട്ട് നമ്മൾ തുണ്ടെഴുതി അവിടെ നിൽക്കണം. അപ്പൊ മണിക്കൂറുകളെ നിൽക്കേണ്ടി വരും അഭിഷേകം ചെയ്യാൻ. അഭിഷേകം ചെയ്യുമ്പോൾ നമ്മളെ കൊടുക്കുന്ന നെയ്യ് നമുക്ക് കിട്ടില്ല. ഇങ്ങനെ ഒഴിക്കുന്ന കൂട്ടത്തിൽ ഇങ്ങനെ ഒലിച്ചു വരില്ല, അതിൽ നിന്ന് കുറച്ച് വേരും ചെയ്യും. ഇത് തന്നെ അവിടുത്തെ പ്രസാദം അതാണ്.
അരവണ ഉണ്ണിയപ്പം ഒന്നും അല്ല പ്രസാദം, നെയ്. നെയ്യ്. അത് ആർക്കും അറിഞ്ഞൂടാ. ഈ നെയ്യ് അഭിഷേകം ചെയ്യില്ല, മിക്ക ആൾക്കാരും നെയ്യ് അഭിഷേകം ചെയ്യില്ല. വള്ളത്തിൽ അടിച്ചിട്ട് ഇനി പോരും. അവിടെ നെയ്യ് അഭിഷേകം എന്നും പറഞ്ഞ് അത് നെയ്യ് അഭിഷേകം ചെയ്ത ഉപ്പിയൊന്നുമല്ല. അത് ഇത്തിരി 6 മണിക്കൂർ 8 മണിക്കൂറൊക്കെ നെയ്യ് അഭിഷേകത്തിന് നിൽക്കണം. അതാണ് പ്രശ്നം. അതാണ് അവിടുത്തെ ജോലി. നെയ്യ് അഭിഷേകം പണ്ടത്തെ പോലെയല്ല. ശരണമയ്യപ്പ. 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 നാഗരനടയാണ് കേട്ടോ ഇത്. നാഗരനടയിൽ വെച്ചായിരുന്നു നമ്മുടെ അയ്യപ്പന്മാരുടെ കെട്ട്. തേങ്ങ എടുത്ത് അങ്ങനെ വെച്ചിരുന്നാ മതി. ആ തേങ്ങ എടുത്ത് കൊടു. തേങ്ങ പിന്നെ കൊടുത്താലും മതി. ആ കറങ്ങി വാ. ഇനി അടുത്ത മോള് കെട്ട് പിടിക്കുമ്പോൾ നെയ് തേങ്ങ മുമ്പ് വരണം. അത് കണക്കാക്കി പിടിക്കണം. ഓ നേരെ നടന്നു. ശരണമയ്യപ്പ. ശരണമയ്യപ്പ. അതിലേ വാ. ശരണമയ്യപ്പ. ഇരുമുടി കെട്ടുകൂടെ പിടിച്ചോളൂ. പവിത്രമായ പുണ്യഭൂമിയിലേക്ക് കന്നി അയ്യപ്പന്മാരും സ്വാമികളും ഇതാ ഇവിടെ യാത്ര തുടങ്ങി. വർഷങ്ങളുടെ കാത്തിരിപ്പിനു ശേഷം ഇന്നിതാ പൊന്നയ്യപ്പന്റെ സന്നിധിയിലേക്ക് അവർ യാത്രയായി. സ്വാമിയേ ശരണമയ്യപ്പ.